ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും നല്ല അറിവും അത്ര തന്നെ ഓർമ്മശക്തിയും ഉള്ളവരായിട്ടുള്ള ഈ അശ്വതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ളതായ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നത് സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ്. കൂടാതെ തൻ്റെ അടുത്തേക്ക് മനോവിഷമതകളോടുകൂടി വരുന്നവർക്കാണെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള ആശ്വാസവും മനോധൈര്യവും കൊടുക്കുവാനുള്ളതായ ഒരു കഴിവും ഈ അശ്വതി നക്ഷത്രക്കാരിൽ ജന്മസിദ്ധമായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ജലസാന്നിധ്യവും പച്ചപ്പും ഉള്ളതായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരുടെ വീടായാലും പരിസരങ്ങളായാലും വളരെയധികം വൃത്തിയായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരും കൂടിയാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ വളരെയധികം നല്ല നല്ല ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ 5ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും 7ാം ശനിയുടേതായ സാന്നിധ്യം ഈ അശ്വതി നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധാപൂർവം വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ. അശ്വതി നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവൃത്തിസ്ഥാനത്തേക്ക്, ഭാഗ്യസ്ഥാനത്തേക്ക്, ലാഭസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, കർമാധിപനായിരിക്കുന്ന ശനീശ്വരൻ 7ാം ശനിയിലൂടെ ദുരിതസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആലോചന ശൂന്യത കൊണ്ട് തിരിച്ചടികൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം അനുകൂല സ്ഥിതി കാണുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നതും 5ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോടു കൂടി സഞ്ചരിക്കുന്നതും പിന്നീട് ഈ സൂര്യൻ ബുധനോടുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്.
അശ്വതി നക്ഷത്രക്കാരുടെ ധനപരമായിട്ടും അവരുടെ കുടുംബപരമായിട്ടും ചിന്തിക്കുമ്പോൾ ധനസ്ഥാനാധിപനും ശയനകളത്രകാരകനുമായിരിക്കുന്നതായ ശുക്രൻ 2ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മൂലവും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും 7ാം ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധനച്ചിലവിന് സാധ്യത കാണുന്നത് കൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് ധാര ചെയ്യുന്നതും പിൻവിളക്ക് ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ജൂലൈ മാസത്തിൽ കാണുന്നത്.